നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2026 എഞ്ചിനീയറിംഗ്, MBBS, BDS ഉൾപ്പെടുന്ന മെഡിക്കൽ കോഴ്സുകൾ, BPharm, BR 4 പ്രോഗ്രാമുകൾക്കായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷണർ ക്ഷണിച്ചിരിക്കുന്നു. ജനുവരി 5 മുതൽ ജനുവരി 31 വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം. ബന്ധപ്പെട്ട റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെയും സാവകാശമുണ്ട്. കേരളത്തിൽ എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും BPharmൻ്റെയും ഒക്കെ സീറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവരണമാണ് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 10% സീറ്റുകൾക്കാണ് ഇതിലൂടെ അവസരമൊരുങ്ങുന്നത്. ഇതിനു വേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ വിഭാഗത്തിലുള്ള കുട്ടി ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടിയുടെ ജാതി, യാതൊരുവിധ റിസർവേഷനും ലഭിക്കാത്ത ജനറൽ വിഭാഗത്തിലുള്ള ഒരു ജാതിയിൽപ്പെട്ട കുട്ടി ആയിരിക്കണം EWSന് അർഹൻ. ആനുവൽ ഫാമിലി ഇൻകം 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. കോർപ്പറേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആകെ സ്ഥലം 50 സെൻറ്റിൽ കൂടാൻ പാടില്ല. വീടിരിക്കുന്ന പുരയിടം എന്ന് പറയുന്നത് 15 സെൻറ്റിൽ താഴെയായിരിക്കണം. മുനിസിപ്പാലിറ്റിയിലാണ് വിദ്യാർത്ഥിയുടെ വീടിരിക്കുന്നതെങ്കിൽ ആകെ 75 സ്ഥലമേ ആകാൻ പാടുള്ളൂ. അതിൽ പുരയിടം എന്ന് പറയുന്നത് 20 സെൻറ്റിൽ താഴെയായിരിക്കണം. ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മുടെ വിദ്യാർത്ഥിയുടെ വീടിരിക്കുന്നതെങ്കിൽ ആകെ 2.5 ഏക്കറിൽ താഴെയായിരിക്കണം സ്ഥലം എന്നുള്ളതാണ് നിബന്ധന. മറ്റ് വീടിൻ്റെ വലിപ്പമോ മറ്റ് യാതൊരുവിധ മാനദണ്ഡങ്ങളും കേരളത്തിലെ EWSന് ബാധകമല്ല. ജനറൽ വിഭാഗത്തിൽ 4 ലക്ഷത്തിൽ താഴെയുള്ള 2.5 ഏക്കറിൽ താഴെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഗ്രാമപ്രദേശമാണെങ്കിൽ EWS റിസർവേഷന് അർഹതയുണ്ടായിരിക്കും. കീം 2026 വെബ്സൈറ്റായ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രിലിമിനറി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൗൺലോഡ് പെർഫോമ എന്ന വിഭാഗത്തിൽ നിന്നും വില്ലേജ് ഓഫീസിൽ കൊടുക്കുവാനുള്ള ആപ്ലിക്കേഷനും വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി തിരികെ നൽകുന്ന EWSൻ്റെ ഫോർമാറ്റും ലഭ്യമാണ്. EWSൻ്റെ ഫോർമാറ്റിൽ വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഒട്ടിച്ച് വില്ലേജ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ സർട്ടിഫിക്കറ്റാണ് കീം 2026 ഓൺലൈൻ അപേക്ഷയ്ക്ക് വേണ്ടത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും മെഡിക്കൽ വിഭാഗത്തിലും BPharm വിഭാഗത്തിലുമൊക്കെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ജനറൽ വിഭാഗമാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് നല്ലതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.